മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിന് നിധി ഒരു ലാപ്ടോപ്പ് ഇൻസ്റ്റാൾമെന്റായി വാങ്ങിക്കൊടുക്കുന്നു. ഇനി ഗൗതം ആ ലാപ്ടോപ്പ് വെച്ചാകും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഗൗതം അത് നിരസിക്കുന്നു. തിരിച്ചു കൊടുക്കാൻ പറയുന്നു. പാർവതിയമ്മ പറയുന്നു, ഗൗതം, ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയ നീ ഭാഗ്യവാനാണ്. നിന്റെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു ചെയ്യുന്നവളാണ് നിധി. അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട. നമുക്ക് പതുക്കെ അതിന്റെ പൈസ കൊടുത്തു തീർക്കാം. ഗൗതം ആദ്യമായി തൽക്കാല ആശ്വാസത്തിനായി ഒരു ജോലി തേടിയിറങ്ങുന്നു. ഇന്റർവ്യൂവിന് ചെല്ലുന്ന ഗൗതമിന് ആ ജോലി നൽകാമെന്ന് പറയുന്നു. പക്ഷേ അയാൾ അവസാനമായി ഗൗതമിനോട് ചോദിക്കുന്നു, ഈ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ, അതായത് തിരിമറികളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. കോടികളുടെ ബിസിനസ് നടത്തുന്ന കമ്പനിയിൽ കുറച്ചൊക്കെ തിരിമറി നടത്തിയാലും കുഴപ്പമില്ല. ഞാൻ തന്നെയാണ് അതിനുള്ള അനുമതി ഗൗതമിന് തരുന്നത്. ഒരിക്കലുമില്ല. ഒരു പൈസയ്ക്ക് പോലും കള്ളത്തരം ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല. എങ്കിൽ തനിക്കിവിടെ ജോലിയില്ല. അല്ലെങ്കിലും ഇതുപോലെ കള്ളത്തരം നടക്കുന്ന കമ്പനിയിൽ എനിക്ക് ജോലി വേണ്ട. തന്നെ പോലുള്ളവരെ ആദ്യം തന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഗൗതം എഴുന്നേൽക്കുന്നു. നിധി ഒരു ജോലിക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. നിധിക്കൊപ്പം മറ്റൊരു പെൺകുട്ടിയും ജോലിക്കായി എത്തിയിട്ടുണ്ട്. നിധിയെ ജോലിക്കെടുത്താൽ ആ കുട്ടിക്ക് ജോലി കിട്ടില്ല. ആ കുട്ടിയുടെ ജീവിതാനുഭവങ്ങൾ നിധിയോട് പറയുന്നത് കൊണ്ട് നിധി ആ ജോലി ആ കുട്ടിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി ജോലി വേണ്ട എന്ന് വെക്കുന്നു. ജ്യോതിർമയി റോഡിൽ നിൽക്കുന്നത് കാണുന്നു നിർമ്മലാമ്മ. ഇവളൊറ്റൊരുത്തിയാണ് എന്റെ മോനെയും മോളെയും ഇന്നത്തെ നിലയിലാക്കിയത്. ദൈവം ഇവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുമെന്ന് പറയുന്നതോടെ ജ്യോതിർമയി റോഡ് ക്രോസ് ചെയ്യുന്നു. മറ്റൊരു കാറ് വന്ന് അവരെ ഇടിച്ചിട്ട് പോകുന്നു. ശത്രുവാണെങ്കിലും നിർമ്മലാമ്മ സ്ത്രീയെ ഹോസ്പിറ്റലിലാക്കുന്നു. കാര്യമായ പരിക്കൊന്നും അവർക്കില്ല. തലക്കൊരു മുറിവുണ്ട്. നിർമ്മലാമ്മയാണ് രക്ഷപ്പെടുത്തിയത് എന്നറിഞ്ഞ ജ്യോതിർമയി ചോദിക്കുന്നു, നിങ്ങൾ ഗൗതമിന്റെ വീട്ടിലെ ജോലിക്കാരിയല്ലേ? അതെ എന്ന് നിർമ്മലാമ്മ പറയുന്നു. നിങ്ങളല്ലേ എന്റെ ഗൗതമിനെയും നിധിയെയും ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താക്കാൻ പ്രണവിനെയും ശിവാനിയെയും സഹായിച്ചത്? അയ്യോ, ഞാനല്ല അത് ചെയ്തത്. പ്രണവും ശിവാനിയും വസുന്ധരയും കൂടി തന്നെയാണ് എല്ലാം ചെയ്തതെന്ന് ജ്യോതിർമയി നുണ പറയുന്നു. നിങ്ങൾക്കിപ്പോൾ ഈശ്വരമംഗലത്തെ ജോലി പോയതുകൊണ്ടാകും ഇങ്ങനെ പറയുന്നത്. സാരമില്ല, നിങ്ങൾക്ക് ഞാൻ ജോലി തരാം. എനിക്ക് ജോലിയൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പോകുന്നു എന്ന് നിർമ്മലാമ്മ പറയുന്നു. അപ്പോൾ ജ്യോതിർമയി പറയുന്നു, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ട് പോയാൽ മതിയെന്ന്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ നിർമ്മലാമ്മ ജ്യോതിർമയിയെ വീട്ടിൽ കൊണ്ടുവിടുന്നു. അതേസമയം ജ്യോതിർമയിയുടെ ആക്സിഡന്റ് അറിഞ്ഞ് CKC അങ്ങോട്ട് വരുന്നു. ജ്യോതിർമയിയോട് നിർമ്മലാമ്മ തന്റെ ജീവിതകഥ പറയുന്നു. നിർമ്മലാമ്മയെ കണ്ട CKC ആകെ സ്തംഭിച്ചു പോകുന്നു. ഇവരാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് CKCയോട് നിർമ്മലാമ്മയെ കാണിച്ചുകൊണ്ട് ജ്യോതിർമയി പറയുന്നു. നിർമ്മല എന്നാണ് ഇവരുടെ പേര്. CKCക്കറിയില്ലേ ഇവരാണ് ഈശ്വരമംഗലത്ത് ജോലിക്ക് നിന്നിരുന്നത്. പാവ നിർമ്മലയെ ഒരു ദുഷ്ടൻ ചതിച്ച് ഗർഭിണിയാക്കി കടന്നു കളഞ്ഞു. ഞാനായിരുന്നു നിർമ്മലയുടെ സ്ഥാനത്തെങ്കിൽ അവനെ കൊല്ലുമായിരുന്നു. ഇതൊക്കെ കേട്ട് നാണം കെട്ടിരിക്കുകയാണ് CKC. നിർമ്മലാമ്മയെ ഒന്നുകൊണ്ട് വിടാൻ പറയുന്നു ജ്യോതിർമയി. ഇനിയും നിങ്ങൾ ഗൗതമിനെയും നിധിയെ ഉപദ്രവിച്ചാൽ ഞാൻ ആ നിമിഷമെല്ലാം ജ്യോതിർമയിയോട് പറയുമെന്ന് നിർമ്മലാമ്മ CKCയോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ നിർമ്മലാമ്മയോട് CKC ചോദിക്കുന്നു, നിന്റെ ആരാണ് ആ തന്തയില്ലാത്തവനെന്ന്. അത് കേട്ടതും CKCയുടെ മുഖത്തടിക്കുന്നു നിർമ്മലാമ്മ. അങ്ങനെ പോകുന്ന വഴിയിൽ ഗുണ്ടകളെ വെച്ച് CKC നിർമ്മലാമ്മയെ കൊല്ലാൻ നോക്കുമ്പോൾ നിധി അങ്ങോട്ട് വരുന്നു. നിധിയെ നിർമ്മലാമ്മ വിവരമറിയിച്ചിരുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്.